feel the sunshine. It's cold on my face. Forbidden fruit on my tongue. It's sweet to the taste. And you can try and kill me, try and gun me down. Shoot your pistol. ചരിത്ര വിജയഗാഥ തെളിയിച്ച AFPTക്ക് വീണ്ടും ഒരു പൊൻതിളക്കം കൂടി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി AFPTയിലെ അഭിരാമിയുടെ വീട്ടിലാണ്. നമ്മളിപ്പോൾ അഭിരാമിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അഭിരാമിക്ക് വിമൺ മിലിറ്ററി പോലീസിലേക്ക് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും എല്ലാം പാസ്സായി അപ്പോയിന്റ്മെന്റ് ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ നമുക്കിനി അഭിരാമിയുടെ വീട്ടിൽ ചെന്ന് വിശേഷങ്ങളൊക്കെ തിരക്കാം. അപ്പോൾ അഭിരാമിക്ക് AFPTയുടെ വകയായിട്ട് സാറ് ഒരു മെഡല് സമ്മാനിക്കുന്നതായിരിക്കും. അപ്പൊ മോള് വുമൺ മിലിറ്ററി പോലീസ് എന്ന ആ ഒരു ലക്ഷ്യത്തിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ മോക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് AFPTയിൽ നിന്നുള്ളൊരു ലെറ്റർ സ്കൂളിൽ കിട്ടിയത്. അങ്ങനെ ഞാൻ അറിയുന്നു AFPTയെ കുറിച്ച്. 10ാം ക്ലാസ്സിലാണ് ഞാൻ AFPTയെ കുറിച്ച് അറിഞ്ഞതെങ്കിലും +2 കഴിഞ്ഞിട്ടാണ് AFPT ജോയിൻ ചെയ്തത്. കൊട്ടാരക്കര AFPTയിലാണ് ആദ്യം അഡ്മിഷൻ എടുത്തതെങ്കിലും എനിക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം കരുനാഗപ്പള്ളി AFPTയിലാണ് ഇപ്പൊ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പൊ മോളിപ്പോ കരുനാഗപ്പള്ളി AFPTയിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ഞാൻ AFPT ജോയിൻ ചെയ്തിട്ട് 8 മാസം ആയതേ ഉള്ളൂ. എന്റെ ആദ്യത്തെ എക്സാം ആണ്. അപ്പൊ മോള് AFPTയിൽ ജോയിൻ ചെയ്തിട്ട് 8 മാസം ആയതേ ഉള്ളൂ. അപ്പൊ മോൾ ആദ്യമായിട്ടാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, അങ്ങനല്ലേ പറഞ്ഞത്? ശരി. AFPTയിൽ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോ എനിക്ക് ഫിസിക്കലൊക്കെ നല്ല പാടായിട്ടാണ് തോന്നിയത്. പക്ഷെ പിന്നീട് AFPTയിലെ സാറന്മാരുടെ ട്രെയിനിങ്ങും സപ്പോർട്ടും കോൺഫിഡൻസും എല്ലാം പെതുക്കെ പെതുക്കെ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. PT സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 തൊട്ട് 10 മണി വരെയാണ്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് 6:30 ആകുമ്പോ ഇറങ്ങും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് റണ്ണിങ്, പിന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ചിന്നപ്പ്, അങ്ങനെ എല്ലാം ചെയ്യും. അക്കാഡമിക് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ PT കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അക്കാഡമിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എക്സാമിന് വേണ്ട എല്ലാ വിഷയവും നമുക്ക് അവിടെ പഠിപ്പിക്കുകയും പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ആയിട്ടും മോഡൽ എക്സാം ആയിട്ട് നടത്തും. പിന്നെ അത് എനിക്ക് എക്സാമിന് വളരെയധികം പ്രയോജനം ചെയ്തു. വുമൺ മിലിറ്ററി പോലീസിന്റെ ആദ്യം റിട്ടേൺ എക്സാം ആയിരുന്നു, അത് ഞാൻ പാസ്സായി. അതിനുശേഷം ഫിസിക്കല് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. AFPTയിലെ PT സാറന്മാർ പറയുന്നതനുസരിച്ച് എനിക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എക്സലന്റ് ഞാൻ ഓടിക്കേറി. സന്തോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന അഭിരാമിയുടെ വീട്ടുകാരെ അല്ലെങ്കിൽ കുടുംബക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ മോള് എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. ഇതാരാണ്? മാമൻ, ഇത് അപ്പൂപ്പൻ, അത് അമ്മ, അത് ചേട്ടനാണ്. മോൻ എന്ത് ചെയ്യുന്നു? പഠിക്കാണ്. ഓക്കെ. അമ്മ ആശാ വർക്കറാണ്. ഓക്കെ. മോന്റെ പേരെന്താ? അഭിഷേക്. അമ്മയുടെ പേര് ഉഷ. അപ്പൂപ്പൻ എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ പേരെന്തായിരുന്നു? സാറ് മാമൻ. ഓ ശരി ശരി ശരി. അപ്പോൾ അഭിരാമിയുടെ ഈ നേട്ടത്തെ അമ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒന്ന് പറഞ്ഞട്ടെ. കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോഴ് ഇങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ കോഴ്സ് ചെയ്താൽ നല്ല ജോലിയുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഇതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴ് ഞങ്ങളിങ്ങനെ കൊട്ടാരക്കര സെന്ററിലാണ് AFPTയുടെ സെന്ററിലാണ് അഡ്മിഷൻ എടുത്തത്. പക്ഷെ യാത്രാ സൗകര്യം കൊണ്ട് നമ്മള് കൊട്ടാരക്കരയിൽ നിന്നും കരുനാഗപ്പള്ളി ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടാണ് ഇങ്ങനെ ഈ ട്രെയിനിങ് കിട്ടിയത്. സന്തോഷമുണ്ട്. അപ്പോൾ അനന്തരവണ് നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം എന്താണ് മാമന്റെ ഒരു അഭിപ്രായം? സന്തോഷമുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ട്രെയിനിങ്ങിന്റെ സെന്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴും AFPT നല്ല നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം ബ്രാഞ്ചുകളുള്ള ഒരു
ട്രെയിനിങ് സെന്റർ ആണെന്ന് നമുക്ക് അറിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കൊട്ടാരക്കര അവിടെ അഡ്മിഷൻ എടുക്കുകയും പിന്നീട് യാത്രാ സൗകര്യം അതിന് കുറച്ചുകൂടെ അടുത്തുള്ള കരുനാഗപ്പള്ളിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആവുന്നത്. പിന്നെ ഇത് നമ്മൾ പറയുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി മനസ്സിൽ പുള്ളിക്ക് ആളിന് മാത്രമേ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. അത് ട്രെയിൻ ചെയ്തെടുത്ത ഈ ട്രെയിനിങ് സെന്റർ അത് വളരെ എഫർട്ടാണ് കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് എവിടെയും പറയാൻ പറ്റുന്ന ഒന്നാണ്. അതേപോലെ തന്നെ അഭിരാമിയെ സംബന്ധിച്ച് അഭിരാമി അവിടത്തേക്ക് ആ ഒരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ അവിടുത്തെ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ ഒരു അർപ്പണബോധത്തോടുകൂടി അത് ചെയ്യാൻ പറ്റി എന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ട്രെയിനിങ്ങിന്റെ സമയത്ത് അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ട്രെയിനിങ് സെന്ററിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. അത്രയ്ക്ക് ആത്മവിശ്വാസം അഭിരാമിക്ക് നേടിക്കൊടുക്കുവാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അഭിരാമിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും കൃത്യനിഷ്ഠയുള്ള ഒരു കുട്ടി മറ്റ് ഇല്ല എന്ന് വേണം പറയേണ്ടത്. പ്രത്യേകിച്ചും മറ്റുള്ള കുട്ടികൾക്കൊരു മാതൃകയാണ്. കാരണം അതിൻ്റെ കൃത്യനിഷ്ഠ, രണ്ടാമത് ഈശ്വര വിശ്വാസം, ഇതെല്ലാം ഒന്നിച്ചൊരു കുട്ടിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് പ്രയത്നത്തിൽ കൂടെ അത് കരസ്ഥമാക്കിയ ഒരു തൊഴിലാണ്. പോന്നിടത്തും ഇതേ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് മാത്രം ഈശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മോളെ. അപ്പൊ അമ്മ പറഞ്ഞു കുഞ്ഞുനാൾ മുതൽ അഭിരാമിയുടെ ആഗ്രഹമാണ് ഡിഫൻസിലേക്ക് ഒരു ജോലി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരിയാകുക, അല്ലെങ്കിൽ ഒരു ആർമിക്കാരിയാകുക എന്നുള്ളത്. അപ്പൊ മോൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതേപോലെ ഡിഫൻസിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് എന്താണ് അഭിരാമിക്ക് പറയാനുള്ളത്? എന്നെപ്പോലെ ഡിഫൻസിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ AFPT ജോയിൻ ചെയ്യുക. അവിടുത്തെ PT ക്ലാസ്സും അക്കാഡമിക് ക്ലാസ്സിലും എല്ലാം പങ്കെടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. എന്നെ ഈ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച AFPT എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു.